പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മോടുകൂടെ. ലോകം കേട്ട ഏറ്റവും വലിയ വാഗ്ദാനം, ലോകത്തെ ആശ്വസിപ്പിച്ച, ലോകത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഏറ്റവും വലിയ വാഗ്ദാനം, ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. കർത്താവിൻ്റെ വലിയ കൃപയിൽ നമ്മൾ മറ്റൊരു ക്രിസ്മസ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. 25 ദിവസം ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി സഭയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. ദൈവം നമ്മോടുകൂടെ. ഈ 25 ദിവസം നമ്മൾ ശാലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ പോവാണ്, വചനം ധ്യാനിക്കാൻ പോവാണ്, ആരാധിക്കാൻ പോവാണ്. വചനം മാംസമായ ഈശോയെക്കുറിച്ച് അറിയാൻ, ഈശോയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അറിയാൻ, അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തുമസ് അനുഭവം, ഒരു പ്രകാശത്തിൻ്റെ അനുഭവം, ലോകത്തെ മുഴുവൻ വെളിച്ചമായി മാറിയ, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച യഥാർത്ഥ പ്രകാശം. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സുവിശേഷത്തിൽ പറയുന്ന പോലെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ യഥാർത്ഥ വെളിച്ചത്തെ നമ്മൾ ഈ ദിവസങ്ങളൊന്ന് പരിചയപ്പെടാൻ പോവാണ്. ഒന്നും കൂടെ ഈശോയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടെ ധ്യാനിക്കാൻ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. 25 ദിവസം കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. എന്നാൽ ഈ 25 ദിവസം നമ്മൾ ശരിക്കും ഈശോയുടെ കൂടെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങാം. പ്രാർത്ഥിച്ച്, വചനം വായിച്ച്, ധ്യാനിച്ച്, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രഘോഷിച്ച്, മാലാഖമാർ, ആട്ടിടയരൊക്കെ പ്രഘോഷിച്ചതുപോലെ ഈ ക്രിസ്തുമസ് കാലം നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ, ഈശോയെ ധ്യാനിക്കാൻ, ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. 25 ദിവസം നമ്മൾ ഈ ശാലോമിൽ, ഓൺലൈനിലും ടി വിയിലും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി കൂടെ പരിശ്രമിക്കാം. നമുക്കറിയാം, ഈ ക്രിസ്തുമസ് കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈശോയെക്കുറിച്ച്, ഈശോ വളർന്നു വന്ന ആ സാഹചര്യങ്ങളെക്കുറിച്ച്, ആ ജനനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ്. 25 ദിവസങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഈ വലിയ വാഗ്ദാനം നമ്മൾ ഓർക്കുമ്പോൾ വചനം ധ്യാനിച്ച് ആഴത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ വചനം മാംസമായി മാറണമെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളല്ല. ഈ 25 ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് ഓരോ ദിവസവും ഓരോ കുഞ്ഞു കുഞ്ഞു പുണ്യപ്രവർത്തികൾ, പ്രാർത്ഥനകൾ, വചനവായനയൊക്കെ നടത്തേണ്ടതുണ്ട്. നമുക്കത് ഒരുമിച്ച് ഈ യാത്ര മുമ്പോട്ട് പോകാം. ഇന്ന് 1-ാമത്തെ ദിവസമാണ്. ദൈവം നമ്മുടെ കൂടെയെന്ന് ബോധ്യം കിട്ടേണ്ട, ആ ബോധ്യം ഉള്ളിലേക്ക് ഉറക്കേണ്ട 1-ാമത്തെ ദിവസം. നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു മധ്യസ്ഥം തേടി ഈ ശുശ്രൂഷ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം. അമ്മ ആണ് വചനം മാംസമായി ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ അത് ഉദരത്തിൽ ജീവിതത്തിൽ സ്വീകരിച്ചവൾ. ഇപ്പം നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അമ്മയുടെ ഉള്ളിൽ രൂപം കൊണ്ട ആ വചനം, മാംസം ധരിച്ച ആ വചനം നമ്മിലും 100 മേനി, 30, 60 ഒന്നും പോരാ, 100 മേനി ഫലം ചൂടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം, നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ, നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടൈം സോണുകൾ, രാജ്യങ്ങൾ, നമ്മുടെ ജീവിതാവസ്ഥ എല്ലാം പരിശുദ്ധ അമ്മ വഴി കുഞ്ഞുണ്ണീശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും 25 ദിവസം ചെയ്യാൻ വേണ്ടി അച്ഛനൊരു കുഞ്ഞ് വർക്ക് തരികയാണ്. ഒരു ആത്മീയ ശുശ്രൂഷ, ഒരു ആത്മീയ വർക്ക്.
നമുക്കറിയാം ഈശോയുടെ ഈ ഇൻഫൻസി, ഈശോയുടെ ഈ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്ന സുവിശേഷങ്ങൾ പ്രധാനമായിട്ടും നമ്മളത് കാണുന്നത് മത്തായി സുവിശേഷത്തിലെ 1-2 അധ്യായങ്ങളും ലൂക്കാ സുവിശേഷം 1-2 അധ്യായങ്ങളാണ്. നമുക്കതറിയാവുന്ന കാര്യമാണ്. മത്തായി സുവിശേഷം 1-2, ഒപ്പം തന്നെ ലൂക്കാ സുവിശേഷം 1-2. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട് ഈശോയുടെ ഈ ജനനത്തെക്കുറിച്ചോ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു രീതിയിൽ ഈശോയുടെ തുടക്കത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഈശോ എന്ന ഏക സത്യദൈവം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ ദൈവം വെളിച്ചമായും ആ ദൈവം യഥാർത്ഥ പ്രകാശമായും അന്ധകാരത്തെല്ലാം തുരത്തി ഓടിക്കുന്ന യഥാർത്ഥ വെളിച്ചമായും ഒക്കെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുക. പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളിൽ ഈശോയെക്കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്, ആ ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ഈ 3 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ഈശോയുടെ ഈ തുടക്കത്തെക്കുറിച്ച്, ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിനെക്കുറിച്ചും ഈശോയുടെ ആരംഭ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരിക. മത്തായി സുവിശേഷം 1-2 അധ്യായങ്ങൾ, ലൂക്ക 1-2 അധ്യായങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ. അപ്പം നിങ്ങൾ 25 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഇപ്പോൾ ഈ പറഞ്ഞത് 5 ഭാഗങ്ങളാണ്. മത്തായിയുടെ 2, ലൂക്കായുടെ 2, യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങളും. അങ്ങനെ 5 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ ഭാഗം വെച്ച് വായിച്ചാൽ 5 ദിവസം കൊണ്ട് നമുക്കിതൊരു സർക്കിൾ പൂർത്തിയാക്കാൻ പറ്റും. നമുക്ക് ഈ ക്രിസ്മസിന് ഒരുങ്ങാൻ വേണ്ടി 25 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഈ 1-ാം തീയതി നിങ്ങൾക്ക് വായിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 18 വാക്യങ്ങൾ മാത്രം വായിക്കുക. നാളെ മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം വായിക്കണം. 3-ാമത്തെ ദിവസം 2-ാം അധ്യായം, 4-ാം ദിവസം ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം, 5-ാം ദിവസം ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം. അങ്ങനെ 5 ദിവസം കൊണ്ട് നമുക്ക് ഈശോയുടെ ഈ ബാല്യകാലം, ഈശോയുടെ ഈ ആരംഭഘട്ടത്തെക്കുറിച്ചുള്ള നല്ലൊരു ഐഡിയ പരിശുദ്ധാത്മാവ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ തന്നെ പറഞ്ഞു തരും. അപ്പോൾ 5 ദിവസം പൂർത്തിയായി കഴിഞ്ഞിട്ട് അത് തന്നെ ആ സർക്കിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമുക്കിതിനിടയ്ക്ക് മറ്റ് ആത്മീയ ടാസ്കുകളൊക്കെ ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമ്മൾക്ക് ഒത്തിരി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈശോയെ ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക നിയോഗം എടുത്ത് ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള ഏറ്റവും വലിയ സുവിശേഷം ലോകത്തിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ മലയാളം കേൾക്കുന്ന, മലയാളം മനസ്സിലാവുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വസിക്കുന്ന മറ്റുള്ളവർ, ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ, കേൾക്കാൻ സാധ്യത ഉണ്ടായിട്ട് അതിന് മടി കാണിച്ചവരിലേക്കെല്ലാം ഈ ശുശ്രൂഷ എത്തണം. നമ്മളിപ്പോൾ ആ ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് ഒത്തിരി അറിഞ്ഞിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന 5 അധ്യായ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് ഈ 25 ദിവസങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ശരിക്കും ഒരു 5 തവണ നമുക്കിതൊന്ന് ഒരു സർക്കിൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക. സുവിശേഷം വായിക്കാൻ ഈ 5 അധ്യായങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാനും ധ്യാനിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. അത് ഇന്നത്തെ ഈ 1-ാമത്തെ ദിവസം വലിയൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾ പേഴ്സണലി ഇത് ഏറ്റെടുക്കുക. ഈ 5 ഭാഗങ്ങൾ നമ്മൾ വായിക്കും, അത് 5 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഈ ക്രിസ്മസിന് ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സമ്മാനം ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്. നമ്മളെ ഇത്രയധികം സ്നേഹിച്ച, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ഈശോയെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. നമ്മളെ സ്നേഹിക്കുന്നവനെ നമുക്കറിയാൻ പറ്റുന്നു. ഇതൊരു വലിയ ലക്ഷ്യമാക്കി ഏറ്റെടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഏകരക്ഷകനായ ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ഈശോയുടെ ഈ ആഗമനത്തിൻ്റെ ഉദ്ദേശം, ഈശോ ജനിച്ചതിൻ്റെ, മനുഷ്യാവതാരം ഏറ്റെടുത്തതിൻ്റെ ഈ വലിയൊരു ഉദ്ദേശം നമുക്കറിയാം, രക്ഷിക്കുക എന്നുള്ളതാണ്. ഈശോ എന്ന വാക്ക്, യേശു എന്ന പദം, ആ നാമത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷകൻ, ദ സേവിയർ. ഈശോ രക്ഷകനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈശോയുടെ ആഗമന ഉദ്ദേശം, ജന്മത്തിൻ്റെ ഉദ്ദേശം രക്ഷിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ തൻ്റെ പാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, വേദനകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം ഈശോയ്ക്കുണ്ട്. ഒപ്പം തന്നെ ഈശോ തൻ്റെ ജീവിത ലക്ഷ്യമാക്കി അവതരിപ്പിക്കുന്ന മറ്റൊരു ചെറിയൊരു സംഗതി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയുണ്ട്. അത് നമ്മൾ കാണുക, ഈശോയുടെ ഈ മാനുഷിക ജീവിതത്തിൻ്റെ അവസാനത്ത് ഈശോ പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സമയത്ത് പീലാത്തോസിൻ്റെ ഈ ചോദ്യോത്തര വേളയിൽ ഈശോയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആഗമനത്തിൻ്റെ ഉദ്ദേശം, ഇപ്പോഴിവിടെ ആയിരിക്കുന്നതിൻ്റെ, ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളത് വായിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ 18:37. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും, പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? മറുപടി ഇങ്ങനെയാണ്, ഈശോ പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. തൊട്ടടുത്ത വാക്യം, സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈശോ ഇങ്ങനെ പറയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഐ ഹാവ് കം ടു ദിസ് വേൾഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. എന്തിനു വേണ്ടി? തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ.
സത്യത്തിന് സാക്ഷ്യം നൽകാൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ ട്രൂത്ത്. ഏതെങ്കിലും ഒരു സത്യം, എവിടേക്കോ കേട്ട സത്യം, കുറേയധികം സത്യങ്ങൾ എന്നല്ല, ദ ട്രൂത്ത്, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ സത്യം? പീലാത്തോസ് ചോദിച്ച ആ ചോദ്യം നമ്മളും ചോദിക്കേണ്ടതുണ്ട്. എന്താണ് ആ സത്യം? ഇല്ലെങ്കിൽ ആരാണ് ആ സത്യം? ഈ ലോകം കേൾക്കേണ്ട ആ വലിയ സത്യം എന്താണ്? ആ വലിയ സുവിശേഷം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വന്നത് ഈ സത്യത്തിന് സാക്ഷ്യം നൽകാനാണെങ്കിൽ ആ സത്യം എന്താണെന്ന് പീലാത്തോസ് ചോദിച്ചതുപോലെ നമുക്കും നമ്മുടെ ആത്മീയതയിൽ നിന്ന് ചോദിക്കാനുണ്ട്. എന്താണ് ആ സത്യം? ആരാണ് ആ സത്യം? നമ്മളത് വായിക്കണം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 14-ാമത്തെ അധ്യായം, തീർച്ചയായിട്ടും ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ജനനത്തിന്, എല്ലാ ജനനത്തിനും അർത്ഥം വരിക അതിൻ്റെ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുമ്പോഴാണല്ലോ. ഈശോ തൻ്റെ പർപ്പസ് എന്താണെന്നും ഈശോ ആരാണെന്നും തമ്പുരാൻ തന്നെ തൻ്റെ സ്വന്തം വാക്കുകൾ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 14:6. വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്ത് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, നിങ്ങളിപ്പോൾ വീട്ടിലോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരുമിച്ചൊന്ന് എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. യോഹന്നാൻ 14:6 ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അതിൻ്റെ ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കണം, നമ്മൾ ഒത്തിരി വായിച്ചതാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ പീലാത്തോസ് ചോദിച്ച ആ ചോദ്യമാണ്, നീ എന്താണ് ആ സത്യം? ഈശോ പറഞ്ഞ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈശോയെ കണ്ടയാൾ കാണാൻ പോകുന്നത് സത്യം ആണ്. എന്താണ് സത്യം? ദ ട്രൂത്ത്. ഇതല്ലാതെ മറ്റൊരു സത്യമില്ല. സകലരെയും സകല അന്ധകാരത്തിൽ നിന്നും, പിശാചിൻ്റെ എല്ലാ നുണകളിൽ നിന്നും, ലോകത്തിൻ്റെ എല്ലാ പുഴുക്കുത്തുകളിൽ നിന്നും, നമ്മുടേതായ ജീവിതം നമുക്ക് തന്ന വേദനകൾ, അന്ധകാരങ്ങൾ, ബന്ധനങ്ങൾ എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സദ്വാർത്ത, ഒരേ ഒരു സത്യം, ഒരേ ഒരു രക്ഷകൻ ഈശോ മിശിഹ മാത്രം. ദ സിംഗിൾ ട്രൂത്ത്, ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. ഒരേ ഒരു സത്യം ഈശോ മാത്രം. ആ സത്യത്തിനാണ് സാക്ഷ്യം വഹിക്കുക. ഈശോയെ കാണുന്നവർ സത്യം കാണുന്നു, ഈശോയെ കേൾക്കുന്നവർ സത്യം കേൾക്കുന്നു, ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്നവർ സത്യത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ പാതയിൽ നടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ് ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സദ്വാർത്ത, ഏറ്റവും വലിയ സത്യം. പറ്റിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, പറ്റിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരേ ഒരു സത്യം, ദൈവം നമ്മുടെ കൂടെ, ഈശോ മിശിഹ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു വചനഭാഗം 8-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ പറയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വാക്ക് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഈ സത്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ ഒരു സംഭാഷണത്തിൽ പറയുന്ന പോലെ, ഞാൻ നുണ പറയുന്നു, ഞാൻ സത്യം പറയുന്നു, നിങ്ങൾ നുണ പറയാതിരിക്കുന്നു, നിങ്ങൾ സത്യം പറയുന്നു, ഇങ്ങനെ ഒരു താഴ്ന്ന ലെവലല്ല ഈ സത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ നുണ പറയാതിരിക്കുക സത്യമാകുന്നു അങ്ങനെയുള്ളതല്ല. ഈ സത്യം എന്ന് വെച്ചാൽ ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, ദി ഓൺലി ട്രൂത്ത്, ഈശോ എന്ന സത്യം. നമ്മളെ രക്ഷിക്കാൻ ഈ ദൈവമാണ്, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ആ സത്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് വാക്യം ഒരിക്കൽ കൂടി ഉള്ളിലേക്ക് നിറയണം. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ ക്രിസ്മസ് കാലത്ത് ശരിക്കും 25 ദിവസം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ 5 അധ്യായങ്ങൾ 5 ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാണ്, ഈ സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാണ്. ആ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യം, ടോട്ടൽ ഫ്രീഡം. ഈശോയെ അറിഞ്ഞാൽ, ഈശോ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ഭാഗമായിട്ട് അത് മാറിയാൽ, ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ കുറിച്ചിട്ടാൽ പിന്നെ നമുക്ക് അടിമത്വമില്ല. പാപത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടിമപ്പെടില്ല, പിശാചിൻ്റെ മുമ്പിൽ അടിമപ്പെടില്ല. ലോകം തരുന്ന സങ്കടങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, ആകുലതകൾ, ടെൻഷനുകൾ എന്തു തന്നെ ആവട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ തിരിച്ചറിയുക, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ജീസസ് വിൽ സെറ്റ് യു ഫ്രീ. രക്ഷകനാണ്, അവൻ രക്ഷിക്കും പാപത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്. നമ്മളിന്നിപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പേഴ്സണൽ ക്രൈസിസുകൾ, വേദനകളിൽ നിന്നെല്ലാം ഈശോ രക്ഷിക്കും. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പൗലോസ്ലീഹ ഈശോയുടെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞിട്ടാണ് തിമോത്തിക്ക് കത്തെഴുതുന്ന സമയത്ത്, 1-ാമത്തെ കത്ത്, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മളിവിടെ ഇങ്ങനെ വായിക്കും. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, 1 തിമോത്തി 2:4, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ ദൈവത്തിൻ്റെ മനസ്സ്, ഈശോയുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണം. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവാൻ പൗലോസ്ലീഹയും ഈശോയും കൂടെ ഒരേ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ വായിക്കുമ്പോൾ തോന്നും. ഈശോ പറയാണ്, സത്യം നിങ്ങൾ അറിയണം, എന്നെക്കുറിച്ച് നിങ്ങൾ അറിയണം. എന്നെക്കുറിച്ച് അറിഞ്ഞാൽ, ഈ രക്ഷകനായ ദൈവം ഞാൻ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പൗലോസ്ലീഹ പറയാണ്, സത്യം എല്ലാവരും അറിയണം.
എല്ലാവരും രക്ഷ പ്രാപിക്കണം, രണ്ടും ഒരുമിച്ച് പോവാണ്. അപ്പം ഈശോയെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷയ്ക്കുള്ള ഏക മാർഗം, ദ സിംഗിൾ വേ, നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഏക സത്യം ഈശോ, നമുക്ക് ജീവൻ ലഭിക്കുന്ന ദ റിയൽ ലൈഫ് ഈശോ, വഴിയും സത്യവും ജീവനും ഞാനാണ്. ബത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ വന്ന് പിറന്നത് ഒരു സാധാ കുഞ്ഞുവാവയല്ല, ഒരു സാധാ കൊച്ചല്ല, വഴിയും സത്യവും ജീവനുമായ ദൈവമാണ് കൂടെ നിൽക്കുന്ന ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ. നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവത്തെ, അങ്ങനെ ഒരു സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കടങ്ങളെ ഓർത്ത്, നമ്മുടെ വേദനകളെ ഓർത്ത് നമ്മൾ പരിതപിക്കരുത്, നമ്മൾ പേടിക്കരുത്, ഭയപ്പെട്ട് പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ഈശോ പറയുന്നുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യു വിൽ ബി ട്രൂ ഇൻ ഡീഡ്. കൃത്യമായും സത്യമായും നമ്മൾ സ്വതന്ത്രരാകുക ഈശോയെ തിരിച്ചറിയുമ്പോഴാണ്. ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ അറിയേണ്ടതും ആ രക്ഷകനെയാണ്, ആ ഫ്രീഡം തരുന്ന ഒരാളെയാണ്. ഒന്നിനും അടിമപ്പെട്ടു പോകാതെ, ഒന്നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പോവാതെ, തളർന്നു പോകാതെ നിന്നെ സ്വതന്ത്രനാക്കുന്ന ആ ഈശോയെ നീ തിരിച്ചറിയുക. നമ്മൾ ഈശോയുടെ സുവിശേഷ പ്രഘോഷണ ജീവിതം ആരംഭിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ എൻ്റെ 18-19 വാക്യങ്ങളൊക്കെ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ചുരുള് എടുത്ത് വായിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്ത്? സദ്വാർത്ത അറിയിക്കാൻ. ആ സദ്വാർത്ത എന്താണ്? സ്വാതന്ത്ര്യം. ഈശോയുടെ മുറുകെ പിടിക്കുന്ന ഒരാൾ, ഈശോ കൂടെയുണ്ടെന്ന് അറിയുന്ന ഒരാൾ പിന്നെ ഒന്നിനും അടിമയല്ല. പ്രലോഭനങ്ങൾക്കോ സങ്കടങ്ങൾക്കോ കണ്ണുനീരുകൾക്കോ വീർപ്പുമുട്ടലിനോ ഞെരുക്കങ്ങൾക്കോ രോഗങ്ങൾക്കോ കഴിഞ്ഞ കാലത്തിനോ ഭാവി കാലത്തിനോ ഒന്നിനും നമ്മൾ അടിമപ്പെടുന്നില്ല. ഈശോ നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുവിശേഷമാണ് നമ്മൾ അറിയേണ്ടത്. ഈ സുവിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ലൂക്കാ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 18 വാക്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ സത്യത്തെക്കുറിച്ചുമാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം നമുക്കിന്ന് വായിക്കാനുള്ള വചനഭാഗത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. 1-ാമത്തെ അധ്യായം എൻ്റെ 14-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14. അവിടെ നമ്മളിങ്ങനെ വായിക്കും, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു സൂചന. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ക്രിസ്തുമസ്, വചനമാകുന്ന ഈശോ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വസിച്ചത് എന്താണ്? അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഇപ്പം ഈശോയെ നമ്മൾ പുൽത്തൊഴുത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ 25-ാം തീയതി നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മൾ ഈ ക്രിസ്തുമസിൻ്റെ റെപ്ലിക്ക, ഈ പുൽക്കൂട് ഒരുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയുള്ള ഒരു കുഞ്ഞു വാവയുടെ സ്റ്റാച്യു അല്ല, ഒരു ഓർമ്മയല്ല, അവൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. ആ മഹത്വം എന്താണ്? കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അതിൻ്റെ ഇടയ്ക്കുള്ള ഉപയോഗിച്ച ആ വാക്ക് ശ്രദ്ധിക്കണേ, കൃപയും സത്യവും എന്ന് വെച്ചാൽ ഈശോയെ നോക്കിയാൽ ഈ സത്യത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നിലും മറ്റ് പലതിലും നമുക്ക് ഈ സത്യത്തിൻ്റെ ചെറിയ കിരണങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് അല്പസമയത്തേക്ക് ആശ്വാസം നൽകുന്ന പല കാര്യങ്ങളും സത്യത്തിൻ്റെ കിരണങ്ങൾ പലതിലും നമുക്ക് കാണാം. പക്ഷേ യഥാർത്ഥ സത്യം, ദ സിംഗിൾ ട്രൂത്ത് ആൻഡ് ദി ഓൺലി ട്രൂത്ത്, നമ്മളത് കാണാൻ പോകുന്നത്, ആ മഹത്വം നമ്മൾ ദർശിക്കുന്നത് ഈശോയിൽ മാത്രമാണ്. നമുക്കിത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ ക്രിസ്തുമസുകളിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ ക്രിസ്തുമസ് ചെറിയ നോമ്പുകൾ നമ്മൾ 25 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങിയത്, കുഞ്ഞുവാവയായിരുന്നപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ പുൽക്കൂട് ഒരുക്കാൻ വേണ്ടിയിട്ടും ഈശോയ്ക്ക് വേണ്ടി 25 നന്മ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയ കാലത്ത് വലുതായപ്പോഴും ഒക്കെ നമ്മൾ ഈ സത്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തവണത്തെ ക്രിസ്തുമസ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2023 ക്രിസ്തുമസ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്ന, ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ആ അറിവിലൂടെ ഈശോ എന്ന ഏക സത്യ ദൈവത്തെ, ഏകരക്ഷകനെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം വേണം നമുക്ക് ഈശോ തരുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട് 4-ാമത്തെ അധ്യായം 11-ാമത്തെ 12-ാമത്തെ വാക്യത്തിലൊക്കെ പത്രോസിലെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, രക്ഷയ്ക്കായിട്ട് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യവും, ഒരേ ഒരു സത്യവും ഇതാണ്, രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ എവിടെയും രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമം, ഈശോയുടെ നാമം. അപ്പോൾ ആ നാമത്തെ നമ്മൾ അറിയുമ്പോൾ, ആ ഈശോയെ നമ്മൾ അറിയുമ്പോൾ, ആ കേട്ട് അറിഞ്ഞ, വായിച്ചറിഞ്ഞ, ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ അറിഞ്ഞ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞ ആ ഈശോ എന്ന സത്യത്തെ നമ്മൾ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുകയല്ല, ആ ഈശോയെക്കുറിച്ച് നമ്മൾ പറയണം. ഈ ക്രിസ്തുമസ് കാലത്ത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ ശലോം ടി വിയിലൂടെ ഈ ശുശ്രൂഷ നമ്മൾ ഓൺലൈനിലോ ടി വിയിലോ ഒക്കെ കാണുമ്പോൾ ഒരു പ്രൊക്ലമേഷൻ നടക്കുകയാണ്, അല്ലേ, ഒരു പ്രഘോഷണം നടക്കുകയാണ്. ഇങ്ങനെ പ്രഘോഷിക്കുമ്പോൾ
ഒത്തിരി ആളുകൾ വന്ന് പറയുമ്പോഴാണ് ഇത് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് മറന്നു പോയിട്ടുള്ള ആളുകളിലേക്ക് ആ പ്രകാശം, ആ സത്യം വീണ്ടും ഉണർന്നു വരിക. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ 25 ദിവസം നമുക്കുള്ളൊരു ഡ്യൂട്ടിയാണ് ഈശോയെക്കുറിച്ച് പ്രൊക്ലെയിം ചെയ്യുക. നിങ്ങൾക്കൊരു മൈക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു TV ചാനൽ ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കർത്താവ് തന്ന കഴിവുകളുണ്ട്, സ്വരമുണ്ട്. നിങ്ങൾ ഈശോയെക്കുറിച്ച് പറയണം. ഈ ഏകരക്ഷകനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തോട് കൃത്യമായിട്ട് പറയണം. ഈ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ ഈ 5 ദിവസത്തെ വായനകളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയുള്ള പ്രൊക്ലമേഷനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ ഒരു പ്രൊക്ലമേഷനാണ് നടത്തിയത്. ഒരു രക്ഷകൻ വരുമെന്ന്, ഒരു വലിയ രക്ഷകൻ, ഏകരക്ഷകൻ വരുമെന്നുള്ള ആ ഒരു സത്യം ഗബ്രിയേൽ മാലാഖ പ്രൊക്ലെയിം ചെയ്തു. അതറിഞ്ഞ മറിയം അതിൻ്റെ എല്ലാ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ മറിയത്തെ കണ്ട എലിസബത്ത് അത് പ്രൊക്ലെയിം ചെയ്തു, നിന്റെ ഉദരബലം അനുഗ്രഹീതം, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഈശോയെക്കുറിച്ചുള്ള പ്രൊക്ലമേഷനാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞ എല്ലാവരും, ഈശോയെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ എല്ലാവരും ഈ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്, പ്രഘോഷിക്കുന്നുണ്ട്. മാലാഖമാർ ചെന്നിട്ട്, ദൂതന്മാർ ചെന്നിട്ട്, ആട്ടിടയന്മാരെ അടിച്ച് ചെന്നിട്ട് ഒരു പ്രഘോഷണമാണ് നടത്തുന്നത്. 2-ാമത്തെ അധ്യായം ലൂക്കാ സുവിശേഷത്തിൽ, നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രൊക്ലമേഷനാണ്. ഈ ആട്ടിടയന്മാർ ഇത് കേട്ടിട്ട് എന്താ ചെയ്യുക? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആട്ടിടയന്മാരും പോയിട്ട് മറ്റുള്ളവരെ അറിയിച്ചു. മാലാഖ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി അവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുന്നുണ്ട് ബെത്ലഹേമിലേക്ക്, ഈ പുൽത്തൊഴുത്തിലേക്ക്. അവിടെ മാതാവിനെ കാണുന്നു, യോസേപ്പ് പിതാവിനെ കാണുന്നു, ഈ കുഞ്ഞാവിനെ കാണുന്നു, ഈശോയെ കാണുന്നു. അവർ ആ കണ്ടതിനെക്കുറിച്ച് ലോകത്തോട് പോയി പറഞ്ഞു, മറ്റുള്ളവരോട് പോയി അറിയിച്ചു. എല്ലാവരും. ശിമയോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞു എന്നൊരു പ്രൊക്ലമേഷൻ നടത്തുകയാണ്. അന്നയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രക്ഷയെക്കുറിച്ച്, ഈ കാത്തിരുന്ന രക്ഷ എൻ്റെ കൺമുമ്പിൽ എത്തി എന്ന് പറഞ്ഞ് അവളൊരു പ്രൊക്ലമേഷൻ നടത്തുന്നുണ്ട്. അന്ന പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ, 25 ദിവസങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ സത്യമായ ഈശോയെ, ഏകസത്യമായ ഈശോയെ, ഏകരക്ഷകനായ ഈശോയെക്കുറിച്ച് അറിയുക എന്നുള്ളത് മാത്രമല്ല, അവനെക്കുറിച്ച് പറയണം. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈശോ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഏറ്റു പറയണം. അത് അതരം കൊണ്ട് ഏറ്റു പറയണം. ആ ഏറ്റുപറച്ചിലാണ് സുവിശേഷം ഇരിക്കുക. ഈ സുവിശേഷം ലോകം മുഴുവൻ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ ചിന്ത അവസാനിപ്പിച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു കൃപ തരണമേ. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വലിയ ടാസ്ക്, ഇന്ന് 2 ടാസ്ക് ഒരുമിച്ചും തരികയാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഒപ്പം തന്നെ റോമ 10:9 ഇങ്ങനൊരു ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഈശോ രക്ഷകനാണെന്ന്, ഈശോ ദൈവമാണെന്ന് പ്രൊക്ലെയിം ചെയ്യണം. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്താണെന്നറിയോ? ഒരു വലിയ തീരുമാനം എടുക്കുക. സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു തീരുമാനം എടുക്കുക. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വലിയൊരു ഡ്യൂട്ടി, സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിലൂടെയാണ്, ഷാലോം TV-യിലൂടെയാണ്. അത് ഓൺലൈനായിട്ടോ TV-യിലോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു, ആരോ ഇതിനു വേണ്ടി പരിശ്രമിച്ചു, ആരോ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സുവിശേഷ ശുശ്രൂഷ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന 1-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് പ്രിൻ്റ് മീഡിയ ആയിക്കോട്ടെ, ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, ഏത് തരത്തിലും ഈശോയെ പ്രഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാധിക്കുന്ന എല്ലാവരും ഒരു ജപമാല ഇന്ന് സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയിലേക്ക് ഉടനെ പ്രവേശിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ആരാധനയിൽ ഈ ഒരു പ്രത്യേക നിയോഗം, ഈ നിയോഗം നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ശുശ്രൂഷ ഷാലോം TV-ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായി ഈശോ എന്ന ഏക സത്യത്തെ പ്രഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് വേണ്ടി ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമൻ അരികിലായി അൾത്താരയിൽ. എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി
ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമൻ അരികിലായി അൾത്താരയിൽ. സർവശക്തനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ വലിയ സ്നേഹ സാന്നിധ്യത്തിൻ്റെ മുൻപിലാണ് നമ്മൾ. കർത്താവേ, ഈ വലിയ സ്നേഹ സാന്നിധ്യത്തിന്, ഈ വലിയ അത്ഭുതത്തിന് അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു കാഴ്ചയാണിത്. സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാഴ്ച. കർത്താവേ, അങ്ങേ വീണ്ടും കാണാൻ, അങ്ങേ വീണ്ടും ആരാധിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, ഈ വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ തിരുസാന്നിധ്യത്തെ നമുക്ക് കാണാം. എന്തൊരു അത്ഭുതമാണിത്, എന്തൊരു സ്നേഹമാണിത്, എന്തൊരു കാഴ്ചയാണിത്. ആ കാഴ്ചയെ, ആ സാന്നിധ്യത്തെ, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ തിരുസാന്നിധ്യം കാണുക. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ ആ മഹാരഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന അഭിഷേകത്തിൻ്റെ ദിവസങ്ങളിലാണ് നമ്മൾ. ഈ മാസം ഈ 25 ദിവസങ്ങൾ ഈശോയെ അറിയാൻ, ആ കുഞ്ഞുണ്ണി ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരിടം വീണ്ടും കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. തമ്പുരാനെ, അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ വിളിച്ചു ചേർത്തതിന് ഞങ്ങൾ നന്ദി പറയാണ്. അങ്ങയുടെ തിരുസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഈശോ, ഈ ലോകത്തിലേക്ക് അങ്ങ് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമായിരുന്നു അങ്ങയുടെ ജനനം. ക്രിസ്തുമസിന് വേണ്ടി, അങ്ങയുടെ തിരുജനനത്തിൻ്റെ ആ ഓർമ്മ, ആ പിറവി തിരുനാളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്. കർത്താവേ, ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം അത് അങ്ങയുടെ ജനനമാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി, പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജനിച്ചു. ഈ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയാണ്, അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൾത്താരയിൽ ഈശോയിലേക്ക് തന്നെ നമ്മുടെ നോട്ടം നമുക്ക് കൊടുക്കാം. മറ്റൊന്നിലേക്ക് നമുക്ക് ഈ സമയം ശ്രദ്ധിക്കേണ്ട. ഈ ആദ്യത്തെ ദിവസം കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. രക്ഷകനായ കർത്താവ്, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കേതമായ കർത്താവ്, ജീവിതം ഇരുട്ടിലേക്ക് വീണു പോകുമ്പോഴും, വലിയൊരു കയത്തിൽ നമ്മൾ മുങ്ങിത്താഴുമ്പോഴും, എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നാലും നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരു രക്ഷകനുണ്ട്. വി ഹാവ് എ സേവിയർ. ലോകത്തെ പാപത്തിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, സങ്കടത്തിൻ്റെ പട്ടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം അടുത്തുള്ള മറ്റേതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ ശ്രദ്ധിക്കുക, ഈശോയെ കാണുക. നിന്റെ ഭവനത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ പഠനത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ സ്വപ്നങ്ങളിലെല്ലാം ഇറങ്ങി വന്ന് വെളിച്ചം തരുന്ന രക്ഷകൻ. നമ്മൾ ഇന്ന് വചനത്തിൽ ധ്യാനിക്കുകയുണ്ടായി, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? അവിടെ ഉത്തരമില്ല. ആ ഉത്തരമാണ് ഇപ്പം നമ്മുടെ കൺമുമ്പിൽ. ഇതാണ് സത്യം, ഇതല്ലാതെ മറ്റൊരു സത്യമില്ല. യോഹന്നാൻ 14:6
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. നമ്മുടെ വലതുകരം സാധിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കർത്താവേ, നീയാണ് സത്യം, നീയാണ് വഴി, നീയാണ് ജീവൻ. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷാദുർഗം, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട. നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല, നീയല്ലാതെ മറ്റൊരു പ്രകാശം എനിക്കില്ല. അങ്ങല്ലാതെ ഈശോയെ എൻ്റെ ജീവിതത്തിന് മറ്റൊരു രക്ഷകനില്ല. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈരടികളോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ട, നീ എൻ്റെ രക്ഷാദുർഗം. കർത്താവേ, നീയാണ് എൻ്റെ സർവസ്വം, നീയല്ലാതെ മറ്റൊരു രക്ഷ. There is no other salvation. നീയല്ലാതെ മറ്റൊരു രക്ഷ എനിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും ഈശോയെ, നീ എൻ്റെ കോട്ടയും, ആമേൻ. ഈശോ, നീ എൻ്റെ പ്രാണനാഥൻ, ഈശോയെ, നീ എൻ ദൈവം. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും, ഓ ഈശോയെ, നീ എൻ്റെ കോട്ടയും, ഈശോ, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കാം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ. നീ എൻ്റെ സങ്കേതവും, ഓ ഈശോ, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ. സർവവും ഈശോയ്ക്ക് രക്ഷകനെ വിട്ടുകൊടുത്തുകൊണ്ട് പാടിക്കേ. അടിയനിതാ ദേവാ, ഓ ഈശോയെ, അടിയനിതാ ദേവാ, ഈശോ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പാടാം. നീ എൻ്റെ കോട്ടയും, ഓ ഈശോയെ, നീയാണ് എൻ്റെ സർവസ്വം, എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ ദൈവം. കർത്താവേ, നീ എൻ ദൈവം. ആമേൻ. ഈശോയെ, കർത്താവേ, ഈ വലിയ സാന്നിധ്യം, ഈ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയാണ്. ജീവിതത്തിൽ ഞങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ, ഇരുട്ടിലേക്ക് വീണു പോകുമ്പോൾ, രക്ഷിക്കാൻ ആരുമില്ലെന്ന് കരുതുമ്പോൾ, ഞങ്ങൾക്കുള്ള സദ്വാർത്ത ഈ ക്രിസ്തുമസ് കാലത്ത് ഞങ്ങൾ കേൾക്കുന്ന സുവിശേഷം ഇതാണ്: ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകന്റെ പേര് ഈശോ എന്നാണ്. ആ ഈശോയാണ് ഇപ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കൺമുമ്പിൽ എന്നും നമ്മുടെ കൂടെ ആയിരിക്കുമെന്ന വാഗ്ദാനം പാലിച്ചുകൊണ്ട്, അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ ഈശോ നമ്മുടെ കൺമുൻപിൽ. ഈ ആരാധനയിൽ നമ്മൾ കാണുന്നത് ഒരു വെള്ള അപ്പമല്ല, തിരുവോസ്തിയിൽ ജീവനുള്ള കർത്താവിനെ, നിന്റെ രക്ഷകൻ, നിന്റെ കോട്ട, നിന്റെ സങ്കേതം, നിന്റെ സർവസ്വവും, നിന്റെ ദൈവത്തെ നീ കാണുകയാണ്. ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞായി പിറന്നവൻ, 30 വയസ്സോളം രഹസ്യ ജീവിതം നയിച്ചവൻ, 3 വർഷത്തോളം പരസ്യ ജീവിതം നയിച്ചവൻ. അവനെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്: നമ്മെപ്പോലൊരുവനായി, നമ്മിലൊരുവനായി, പാപത്തിൽ ഒഴികെ നമ്മെപ്പോലൊരുവനായി അവൻ ജീവിച്ചു. എന്നും കൂടെ ആയിരിക്കുമെന്ന വാഗ്ദാനം പാലിച്ചുകൊണ്ടാണ് ഇന്നവൻ നമ്മുടെ കൂടെ ആയിരിക്കുക. നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ട, നീ എൻ്റെ ഏക രക്ഷകൻ. യു ആർ മൈ സിംഗിൾ സേവിയർ. എൻ്റെ ജീവിതത്തെ ഏതൊരു ഇരുട്ടിൽ നിന്നും കൈപിടിച്ചുയർത്തുന്ന ദൈവം നീ മാത്രമാണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക.
കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് ആ ഈരടികൾ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്റെ സങ്കേതം, നീ എന്റെ കോട്ട, ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് എല്ലാം. പാടി പ്രാർത്ഥിച്ചേ. ഓ ഈശോ, നീ എൻ്റെ കോട്ടയും വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആമേൻ. നീ എൻ്റെ സംഗീതം, ഈശോയേ, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധനയോടെ പാടി പ്രാർത്ഥിച്ചേ. ആരാധന നിനക്കാരാധന, ഓ ഈശോയേ, ആരാധന നിനക്കാരാധന, ചേർന്ന് പാടിക്കേ. ആരാധന നിനക്കാരാധന, ആരാധന നിനക്കാരാധന, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ. ആരാധന നിനക്കാരാധന, ഈശോയേ, ആരാധന നിനക്കാരാധന, ഇരു കരങ്ങളും ഈശോയിലേക്ക് അല്പം നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിനാരാധന, ആരാധന. ഓ ഈശോ, ദൈവമേ ആരാധന, ആമേൻ. ഈശോയേ, ആത്മനെ ആരാധന, ഈശോയേ, യേശുവേ ആരാധന. ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. കുടുംബം ഒന്നാകെ, കൂട്ടായ്മ ഒന്നാകെ ചേർന്നൊന്ന് ഈശോയെ ആരാധിക്കട്ടെ. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇരുട്ടിൽ ഈ രക്ഷകനെ നമ്മൾ ആരാധിക്കുകയാണ്. സ്തുതികൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹൃദയം തുറന്ന് എല്ലാം വിട്ടുകൊടുത്തോണ്ട് സ്തുതിച്ചേ. ഈ ഒരു മാസക്കാലം, ഈ 25 ദിവസത്തെ വലിയൊരു അഭിഷേകമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷകളെ അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ 25 ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്ന വചനത്തെ 100 മേനി ഫലം ചൂടാൻ വേണ്ടി, കർത്താവിന്റെ കൃപ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു മനസ്സോടുകൂടി ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നീ എൻ്റെ സങ്കേതവും, ആമേൻ. നീ എൻ്റെ കോട്ടയും, വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വരികള് പുറത്തേക്ക് വരട്ടെ. നീ എൻ്റെ പ്രാണനാഥൻ, ആമേൻ. നീ എൻ ദൈവം. ഈശോയെ, ഐ ബിലീവ് ആൻഡ് ഐ പ്രൊക്ലെയിം ഇറ്റ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ സ്വപ്നം കണ്ടതോ, ഞാൻ ആഗ്രഹിച്ചതിനോ അപ്പുറം, കർത്താവേ, ഞാൻ എനിക്ക് ആഗ്രഹിക്കാവുന്ന എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള വലിയൊരു അനുഗ്രഹമാണിപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം എൻ്റെ അടുത്ത്, എൻ്റെ ഭവനത്തിലെ സ്വീകരണ മുറിയിൽ, എൻ്റെ TV സ്ക്രീനിൽ, എൻ്റെ മൊബൈൽ സ്ക്രീനിൽ, കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ, എൻ്റെ കൺമുമ്പിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നു. ഈ ഡിസംബർ മാസം ഈശോയെ, അങ്ങയുടെ ഈ തിരുനാൾ, ഈ വലിയ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുന്ന 25 ദിവസം, ഈ ഒരുക്കത്തിൻ്റെ 25 ദിവസങ്ങൾ, കർത്താവ്, ഈ 1-ാം ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ തിരുസാന്നിധ്യം കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രക്ഷക, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരണം. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത കർത്താവെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജനിച്ച എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷാദുർഗമേ, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷകളിലേക്ക്,
എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് അങ്ങൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈശോയിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ പോട്ടെ. മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മുടെ അസ്വസ്ഥതകളിലേക്കോ ആകുലതകളിലേക്കോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്. സത്യത്തിൽ ജീവിക്കുന്ന സത്യമായ ജീവനായ വെളിച്ചമായ ക്രിസ്തു. യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, എല്ലാം അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. നിന്റെ ജീവിതം, നിന്റെ ജോലി, നിന്റെ രോഗാവസ്ഥകള്, നിന്റെ വേദനകള്, നിന്റെ സ്വപ്നങ്ങൾ എല്ലാം കാണുന്ന ഒരു കർത്താവ്, വചനമാകുന്ന ജീവിക്കുന്ന കർത്താവ്, എല്ലാം അവനിലൂടെ. നിന്റെ ശ്വാസം, നിന്റെ ഹൃദയമിടിപ്പ്, നിന്റെ ബുദ്ധിശക്തി, നിന്റെ ചിന്തകൾ, നിന്റെ സൗന്ദര്യം, നിന്റെ കഴിവുകൾ എല്ലാം അവനിലൂടെ ഉണ്ടായി. അവനിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ക്രിസ്തുമസ് കാലത്ത് നന്ദി പറയേണ്ടതുണ്ട് നമുക്ക്. ഈ 25 ദിവസം കൊണ്ട് പറഞ്ഞു തീരാവുന്നതല്ല കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപകൾ, അനുഗ്രഹങ്ങൾ. ഈ ജീവിതത്തിന് നമുക്കിന്ന് നന്ദി പറയാം. ഒരുപക്ഷെ കർത്താവ് സ്നേഹത്തോടെ തന്ന ജീവിതത്തെ പല തെറ്റുകൾ ചെയ്ത് വീഴ്ചകളിലൂടെയൊക്കെ നമ്മൾ ഉഴറി നടന്ന് ആ ജീവിതത്തിൻ്റെ നന്ദികെട്ട ഒരു മുഖം നമ്മൾ കാണിച്ചിട്ടുണ്ടാകും കർത്താവിൻ്റെ മുമ്പിൽ. പക്ഷെ അവൻ ഇപ്പോഴും നിന്റെ രക്ഷകനാണ്. ഈ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നിനക്ക് അവൻ ഇപ്പോഴും രക്ഷകനാണ്. യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കാൻ വന്നിരിക്കുന്നു. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും. യു വിൽ ബി ട്രൂ ഇൻഡീഡ്, ഫ്രീലി ട്രൂ ഇൻഡീഡ്. കർത്താവേ, നീയാണ് ഞങ്ങളെ ശരിക്കും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളോ ഈ ലോകത്തിന്റെ ആശ്വാസങ്ങളോ അല്ല, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം. അത് ഈ ദിവസങ്ങൾ ഞങ്ങൾ നൽകണേ. ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വചനത്തിൽ ധ്യാനിച്ചതുപോലെ, ആ വചന ധ്യാനത്തിന്റെ ഒടുക്കം ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗം സമർപ്പിച്ചതുപോലെ, ഈ ആരാധന സമയത്ത് ഈശോയെ അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് ഈ ഒരു നിയോഗം സമർപ്പിക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ദിവസം ഈ പ്രാർത്ഥിക്കുന്ന നിയോഗം നമ്മൾ വചനത്തിൽ ധ്യാനിച്ചിരുന്നു. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വലിയൊരു ദൗത്യം തിരുസഭയിൽ നമുക്കെല്ലാവർക്കും, ഈശോയുടെ വചനം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള വലിയൊരു ദൗത്യമാണ് ഈശോ എന്ന ഏകരക്ഷകനെ ലോകം മുഴുവൻ അറിയിക്കുക. നമുക്ക് വേണ്ടി ജനിച്ച, പാടുപീഡകൾ സഹിച്ച, ഇന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല. ഈ രക്ഷകനല്ലാതെ മറ്റൊരു രക്ഷകൻ ലോകത്തിനില്ല. ഈ സുവിശേഷം നമ്മൾ ലോകം മുഴുവൻ അറിയിക്കണം. അതിനുവേണ്ടി ശുശ്രൂഷയിലായിരിക്കുന്ന, അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന, സമയം ഹോമിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഇന്നൊരു TV സ്ക്രീനിലൂടെ, മൊബൈൽ സ്ക്രീനിലൂടെ, ചാനലുകളിലൂടെ നമ്മൾ ഈ ശുശ്രൂഷ കാണുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സുവിശേഷം ലോകം മുഴുവൻ എത്താൻ ഇന്നിപ്പോൾ നമ്മൾ ഷാലോം TVയിലൂടെ, ചാനലിലൂടെ ഈ ശുശ്രൂഷ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥന കൂടിയേ തീരൂ. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ ഇതൊരു അനുഗ്രഹമായി തന്നെ, പ്രത്യേകിച്ച് 25 ദിവസങ്ങളിൽ ദൈവം നമ്മോട് കൂടെ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഈ വചന ശുശ്രൂഷയിലും ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ കൃപ സുവിശേഷ മേഖലയിലേക്ക് ഇറങ്ങണം. ലോകം മുഴുവൻ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം ഇറങ്ങണം. നമുക്ക് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഈശോയിലേക്ക് യാചനാപൂർവ്വം ഒന്ന് നീട്ടിപ്പിടിക്കാം. കർത്താവേ, നിന്റെ വചനം കയ്യിലെടുത്തിട്ടുള്ള മക്കൾ, അങ്ങയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ, മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, കർത്താവെ, വിവിധ മീഡിയകളിലൂടെ അങ്ങയെ എഴുതിയും അങ്ങയെക്കുറിച്ച് സംസാരിച്ചും അങ്ങയെക്കുറിച്ച് പാടിയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവർ, അങ്ങയുടെ സുവിശേഷത്തെ, അങ്ങയുടെ രാജ്യത്തെ മഹത്വപ്പെടുത്തുന്നവർ, കർത്താവേ, അങ്ങയുടെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കൃപ സുവിശേഷ മേഖലയിലേക്ക് ഇറങ്ങണമേ. സുവിശേഷ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നവരിലേക്ക് അങ്ങയുടെ വലിയ കൃപ ഒഴുക്കണമേ. എല്ലാ തടസ്സങ്ങളെ, എതിർചിന്തകളെ, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുരാത്മശക്തികളെ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം, അങ്ങയുടെ വലിയ ശക്തി ഉപയോഗിച്ച് നിർവീര്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തമായി സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈ സമയം സുവിശേഷ മേഖലയെ, സുവിശേഷ ശുശ്രൂഷയെ, അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വരം ഉയർത്തി ഹൃദയം തുറന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം ലോകം മുഴുവൻ എത്തട്ടെ. അങ്ങയുടെ സുവിശേഷം ലോകം മുഴുവൻ എത്തട്ടെ. ഏകരക്ഷകനായ അങ്ങേ, സത്യദൈവമായ അങ്ങേ ലോകം മുഴുവൻ അറിയട്ടെ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ, ഈ സമയം ഒരു കൂട്ടായ്മയായി നിന്ന് പല സ്ഥലങ്ങളിൽ, പല ടൈം സോണുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സമയം ആത്മീയ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കൃപ തിരുസഭയുടെ സുവിശേഷ മേഖലയിലേക്ക് ഇറങ്ങട്ടെ. വിവിധ മാധ്യമങ്ങളിലൂടെ അങ്ങയുടെ സുവിശേഷം അങ്ങയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ പ്രദേശങ്ങളെയും, എല്ലാ മിഷനുകളെയും അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, സുവിശേഷമായെന്നിൽ നിറയണമേ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ലോകത്തിനേകാൻ കനിവേകണേ. ആമേൻ. പ്രാർത്ഥനയോടെ യേശുവേ, സുവിശേഷമായി എന്നിൽ നിറയണമേ. യേശുവേ, അത് ലോകത്തിനേകാൻ കനിയണമേ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവരെ മുട്ടിന്മേലായിരിക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധനായ ദൈവം, ഈ ക്രിസ്തുമസ് കാലത്ത് ഈ കുഞ്ഞുണ്ണീശോയെ, ജീവനുള്ള ഈ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ ഒരുങ്ങുകയാണ്. എൻ്റെ ഒന്നാമത്തെ ദിവസം കർത്താവ് വലിയ കൃപ ചൊരിഞ്ഞു. വചനം നമ്മളോട് കർത്താവ് സംസാരിച്ചു. ആ സ്വാതന്ത്ര്യം നൽകുന്ന സത്യത്തെ, ദ സിംഗിൾ ട്രൂത്ത്, ആ ഈശോയെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഈശോ നമ്മളോട് പറഞ്ഞ വാക്ക്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. നമ്മുടെ ജീവിതത്തിൽ വഴിതെളിക്കുന്ന, ജീവൻ നൽകുന്ന, വെളിച്ചം പകരുന്ന, സത്യം പറയുന്ന ആ ദൈവത്തെ, ആ രക്ഷകനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ത്യാഗത്തോടെ മുട്ടിന്മേലായിരുന്നു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് അവിടുത്തെ വലിയ സ്നേഹത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശാന്തമായിട്ടൊന്ന് സ്തുതിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപ നമുക്ക് സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. സുവിശേഷമായെന്നിൽ നിറയണമേ. അത് ലോകത്തിനേകാൻ കൃപയേകണേ. സുവിശേഷമായി എന്നിൽ നിറയണമേ. അത് ലോകത്തിനേകാൻ കൃപയേകണേ. സുവിശേഷമായെന്നിൽ നിറയണമേ. അത് ലോകത്തിനേകാൻ കൃപയേകണേ. സുവിശേഷമായി എന്നിൽ നിറയണമേ. അത് ലോകത്തിനേകാൻ കൃപയേകണേ. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കും